നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഹെയറിൻ്റെ ഈ ഒരു സൈഡ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു പോർഷൻ ക്ലിയറായി. പിന്നെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു ഷേപ്പായി കിട്ടും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ഇഷ്ടം, പോയിൻറ്റഡ് ആയിട്ട് കുറച്ച്. ഓക്കെ, ക്ലിപ്പൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ലുക്കിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബെഡ് സെറ്റിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നത്, ഇവിടെ നിന്ന് ഒരുപാട് താഴത്തേക്ക് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എനിക്ക്. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ടൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിച്ചു പിടിക്കുന്നത്. സലൂണിൽ പോയിട്ട് രണ്ടാമത് പിന്നെ ചെയ്യേണ്ട അവസ്ഥയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. ഇന്നിപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് അറിയാനും പാടില്ല. ഓക്കെ, ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ കുറച്ച് ഹെയർ പതുക്കെ വളരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു പോയിന്റ് ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഈ ഒരു സൈഡാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ ഈ സൈഡിൽ കുറച്ച് ലേറ്റായിട്ടാണ് എനിക്ക് ഹെയർ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ചെയ്യുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട്, ഇവിടെ ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളത് കറക്റ്റ് ആക്കിയിട്ട് ഇതിൻ്റേതായ ലെവലിൽ തന്നെ വെക്കും. അപ്പോൾ രണ്ടും നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയായി അല്ലേ. ഈ ഹെയർ ഇവിടെ നിന്ന് മീശയിലിടം വരെ, ഇത് ഇവിടെ നിന്ന് ഇടം വരെ. ഇനിയിപ്പോൾ മീശ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. പിന്നെ ഇത് റൈസർ വെച്ചിട്ട് ഓക്കെ, വി ഷേപ്പായി കിട്ടും.